കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. ക്ലാസിക്കൽ കലകളുടെ അഭ്യസനം കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദപരവും ജ്ഞാനകേന്ദ്രീകൃതവും ആക്കുന്നതിനായി കേരള കലാമണ്ഡലത്തിലെ 8 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് പാഠപുസ്തകങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. SCERTയിലെ വിദഗ്ധരുടെ സഹായത്തോടെ കലാമണ്ഡലത്തിലെ അധ്യാപകരാണ് പാഠപുസ്തക രചന നിർവഹിച്ചത്. ജൂൺ 18 വൈകിട്ട് 4 മണിക്ക് കൂത്തമ്പലത്തിൽ വെച്ച് പത്മശ്രീ കലാമണ്ഡലം ഗോപി പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ കലാമണ്ഡലം രജിത രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം ഞങ്ങൾ നാളെ ചെയ്യുകയാണ്. കാരണം അതിൻ്റെ കഴിഞ്ഞൊരു 96 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ഈ സ്ഥാപനം കഥകളിക്ക് വേണ്ടി തുടങ്ങി. പിന്നീട് മറ്റ് പല അവതരണ കലകളും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. 67 മുതൽ നമ്മൾ ഒരു ടെസ്റ്റിംഗ് നടത്തി, ഒരു പരിശോധന നടത്തി, പിന്നെ ഡിപ്ലോമ കൊടുക്കാൻ തുടങ്ങി. 90-ൽ നമ്മൾ സ്കൂൾ ആരംഭിച്ചു. 2007-ൽ അത് ഒരു കൽപ്പിത സർവകലാശാലയായിട്ട് മാറി. അങ്ങനെ ഒരു സ്കൂൾ വിഭാഗവും ഒരു യൂണിവേഴ്സിറ്റി വിഭാഗവും ഇങ്ങനെ കഴിഞ്ഞൊരു 96 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളൊരു ആദ്യം മുതൽക്ക് തന്നെ നമ്മൾ ഈ എല്ലാ കലാവിഷയങ്ങൾക്കും അത് ഓരോ സമയത്ത് ഓരോ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ നമുക്കൊരു രചന രീതി അല്ലെങ്കിൽ ഒരു പഠന പദ്ധതി അല്ലെങ്കിൽ അതിനൊക്കെ ഒരു രീതി ശാസ്ത്രവുമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വാമൊഴി പാരമ്പര്യത്തിലൂടെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്തു നിന്നും അടുത്തൊരു ഗുരുവിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു വേറെ പറഞ്ഞ ഒരു വെർട്ടിക്കൽ ട്രാൻസ്മിഷനിലൂടെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളിവിടുത്തെ ഒരു പഠനവും അതോടൊപ്പം അറിവും നമ്മൾ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം. അത് ഏകദേശം ഒരു നല്ലൊരു കഥകളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കൃത്യമായ ഒരു അക്കാഡമിക് സ്ട്രക്ചറിലേക്കൊക്കെ വരുന്ന പട്ടികയാന്തൊടി രാമുണ്ണി മേനോൻ്റെ ഒരു ഇടപെടലോടെയാണ്. കാരണം അറിവും അഭ്യാസവും അതേപോലെ തന്നെ കഥകളിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിനയത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കലാരൂപത്തിൻ്റെയും മറ്റു സാധ്യതകളും, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു ശാരീരികമായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിനയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടു കൂടി അങ്ങനെ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പട്ടികാന്തൊടി രാമുണ്ണി മേനോൻ തുടങ്ങി വെക്കുകയും തുടർന്ന് പത്മനാഭൻ നായരാശാൻ, പിന്നെ രാമൻകുട്ടി നായരാശാൻ, പിന്നീട് ഇതിനിടയ്ക്ക് ധാരാളം ആശന്മാരുടെ പേര് മനഃപൂർവ്വമല്ല, പിന്നീട് കലാമണ്ഡലം ഗോപി ആശാൻ, പിന്നെ ഇന്നിപ്പം നിലവിലുള്ള ഒരു തലമുറ. അപ്പം അങ്ങനെ വലിയൊരു പാരമ്പര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും എന്നാൽ നാളെ ഇതുവരെ നമുക്ക് ഈ കലാവിഷയങ്ങൾക്കായി ഒരു പാഠപുസ്തകം ഉണ്ടായിട്ടില്ല. 14ഓളം കലാവിഷയങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട്, കലയുമായി ബന്ധപ്പെട്ട് ധാരാളം റിസോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്ത ഒരു പുതിയ കാലഘട്ടത്തിൽ മാറി വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് ടാഞ്ചിബിളായിട്ടുള്ള, കയ്യിൽ കൊണ്ടു നടക്കാവുന്ന, നോക്കി പഠിക്കാവുന്ന കൃത്യമായ ഒരു പാഠ്യപദ്ധതിയോടുകൂടിയുള്ളൊരു പാഠപുസ്തകം അവരുടെ അതാത് വിഷയങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഒരു പുതിയ അല്ലെങ്കിൽ പഠന പദ്ധതിയുടെ ഒരു രീതിശാസ്ത്രം, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പം പലപ്പോഴും ഒരു സയൻസ് പഠിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മലയാളം പഠിപ്പിക്കുന്ന പോലെയോ നമുക്ക് ഈ ഒരു കലാവിഷയം പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇവാൻ ഇല്ലിച്ചും അതേപോലെ തന്നെ പൗലോ ഫ്രയറും ഒക്കെ പറഞ്ഞ മാതിരി എപ്പോഴും നമ്മളൊരു വിദ്യാർത്ഥി കേന്ദ്രിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ ഊന്നിയിട്ടുള്ള, അല്ലെങ്കിൽ സംസ്കാരം എന്ന് വെച്ചാൽ അത് വളരെ സാംസ്കാരികമായ ധാരാളം ഘടകങ്ങൾ നമ്മുടെ ഒരു പഠന പദ്ധതിയിലുണ്ട്. അങ്ങനെ ഒരു പുതിയ പഠന പദ്ധതി, അതിപ്പോൾ പുതിയ ഒരു പദ്ധതി ക്രമത്തിലേക്ക് ഇത് കൊണ്ടുവരികയും അങ്ങനെ പെഡഗോഗി എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിൽ നമ്മളൊരു 14 വിഷയങ്ങൾക്കും പാഠപുസ്തകങ്ങൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിഷയങ്ങൾക്കെല്ലാം തന്നെ പാഠപുസ്തകങ്ങൾ നമ്മുടെ അധ്യാപകരുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടിയും, അല്ലെങ്കിൽ സഹകരണമല്ല, അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അധ്യാപകർ തന്നെ. അതും ഈ അവധിക്കാലത്ത് ഒരു ദിവസം പോലും അവർക്കൊരു അവധിക്കാലം ആഘോഷിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും കാലമായി നമ്മൾ ചെയ്യാതിരുന്ന ഒരു കാര്യം, ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം, അതും ഒരു പുതിയ പദ്ധതി ഉണ്ട് അതിനകത്ത്. കാരണം അതിനകത്ത് അതും SCERTയുടെ സഹകരണമുണ്ട്. SCERT പുതിയ ഈ കലാവിഷയങ്ങളിൽ
SCERT പുതിയൊരു പുതിയൊരു ഒരു പാന്താവ് തുറന്നിട്ടുണ്ട്. ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മേഖലയിൽ അത് NCERT പിന്നെ അതേപോലെ തന്നെ SCERTകളൊക്കെ ധാരാളം പുതിയ പദ്ധതികളും അതെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് കൂടുതലും കുട്ടിയെ കേന്ദ്രീകരിച്ചിട്ട്. അല്ല, പലപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ അധ്യാപക കേന്ദ്രീകൃതമാവാം, അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അവതരണ രൂപത്തെ ആസ്പദമാക്കി ആവാം വന്നിട്ടുണ്ടാവുക. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ വിശേഷിച്ച ഒരു അവതരണ കലയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ മനസ്സും ശരീരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും നമ്മളൊരു അവതരണ കല പഠിപ്പിക്കുന്ന അധ്യാപകൻ ആണ് ആ വിദ്യാർത്ഥി കൂടുതൽ അറിയേണ്ടതും. കാരണം ഇത് മനസ്സും ശരീരവും ഒരുപോലെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബൗദ്ധിക പ്രവർത്തനമാണ്. അതിനനുസൃതമായ ഒരു പാഠപുസ്തകം ഓരോ വിഷയത്തിനുണ്ടായിട്ടുണ്ട്. അത് നാളെ നമ്മൾ പ്രകാശനം ചെയ്യുകയാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ചേരുന്ന ഒരു യോഗത്തിൽ കലാമണ്ഡലം ഗോപി ആശാൻ അത് MBS ആശാൻ നൽകിക്കൊണ്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ഒരു പാഠ്യപദ്ധതിയിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ തന്നെ. കാരണം ആ ഒരു തലമുറ തന്നെ പുതിയ തലമുറയ്ക്കുള്ളൊരു പുസ്തകം, ആ ഒരു പാഠപുസ്തകം റിലീസ് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്. അതറിയിക്കാൻ സന്തോഷമുണ്ട്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തുടർന്ന് ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ 11ലേക്കുള്ള പാഠപുസ്തകം, 12ലേക്കുള്ള പാഠപുസ്തകം ഇപ്പോഴത് കാരണം ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു വേറൊരു സവിശേഷമായ സ്വഭാവം എന്ന് പറയുന്നത് ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു QR കോഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു പ്രത്യേക മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഉടനെ ആ മൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോയിലേക്ക് ഒരു സ്കാൻ ചെയ്ത് എത്താനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നവരസത്തെക്കുറിച്ച് പഠിക്കുന്നു, ഇപ്പം നമ്മൾ മുൻപുണ്ടായിരുന്ന ആശാന്മാരെക്കുറിച്ച് അവരുടെ അഭിനയ പദ്ധതിയെക്കുറിച്ചും അവരുടെ അഭിനയ രീതിയെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെല്ലാം ഇപ്പം കലാമണ്ഡലം ഗോപി ആശാൻ്റെ അഭിനയ രീതി അല്ലെങ്കിൽ പത്മനാഭൻ നായർ ആശാൻ്റെ അഭിനയ രീതിയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു ചുറ്റുപാട് വരുമ്പോൾ ഒരു മാസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ വീഡിയോകളിലേക്കെല്ലാം സ്കാൻ ചെയ്ത് അവിടെ ചെന്നെത്താനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഫോട്ടോസ് ആയാലും അതൊക്കെ കുട്ടിക്ക് വളരെ ഒരു മാറിയ കാലഘട്ടത്തിൽ പണ്ട് ഇതൊന്നും ആക്സസിബിൾ ആയിരുന്നില്ല. പക്ഷെ ഇതെല്ലാം ആക്സസിബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവും അല്ലെങ്കിൽ അനുഭവവും അവരുടെ ഒരു കലാകാരനെ സ്വതന്ത്രമായി വളർത്താനും മാത്രമല്ല നമ്മുടെ ഒരു സമൂഹവുമായി കൂടുതൽ അടുത്ത് ബന്ധപ്പെടാനുള്ള സ്രോതസ്സുകളെല്ലാം ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. പ്രധാന സവിശേഷത വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ മറ്റ് പാഠപുസ്തകങ്ങൾ അത് ചരിത്രത്തിൻ്റെതായാലും സയൻസിൻ്റെതായാലും എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതിൻ്റെ ആധുനിക വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സങ്കേതങ്ങളും എല്ലാ ചട്ടക്കൂടുകളും അതേപോലെ പാലിച്ചാണ് നമ്മൾ ഈ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 9ഓളം ശില്പശാലകൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സാറ് പറഞ്ഞതുപോലെ വിഷയവിദഗ്ധരുടെ ഒരു പരിമിതികളുണ്ടായിരുന്നു. അതുപോലെ പുതിയ മെത്തഡോളജി അല്ലെങ്കിൽ ബോധന ശാസ്ത്രമൊക്കെ എത്രത്തോളം നമുക്ക് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പല ശില്പശാലകൾ അതുപോലെ ഒരു ഗ്രിഡ് ഉണ്ടാക്കി എന്തായിരിക്കണം ഒരു കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് കിട്ടാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള എങ്ങനെയാണോ മറ്റ് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് തികച്ചും അതേ രീതിയിൽ തന്നെയാണ് ഈ കലാവിഷയങ്ങളിലെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 2-3 വർഷമായിട്ട് നമ്മുടെ VCM രജിസ്ട്രാറും ഈ എക്സിക്യൂട്ടീവ് ബോർഡും ഒക്കെ വന്നതിന് ശേഷം സമഗ്രമായ എല്ലാ മേഖലയിലും അവർ ഇടപെടുകയും ഈ സ്ഥാപനത്തിന് ഗുണകരമാകുന്ന ഏത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും നമ്മളെ അങ്ങ് ഏൽപ്പിക്കുക. അവർ പിന്നെ അതിൽ ഇടപെടുന്നതേ ഇല്ല. ഓരോ സന്ദർഭത്തിലും പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതുകൊണ്ടും ആ ഒരു വഴി ഞങ്ങൾക്ക് ഉപദേശിച്ച് തന്നതുകൊണ്ടുമാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പുസ്തക രൂപീകരണത്തിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞത്. നമുക്ക് തോന്നാം ഒരു പുസ്തകം നമ്മൾ LKG മുതൽ പുസ്തകം ഇങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഇത്ര മഹത്തായ കാര്യം എന്ന് ചോദിച്ചാൽ ഈ കലയിലൊരു പുസ്തകം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ഈ വാമൊഴിയായും അവരുടെ പ്രകടനത്തിലൂടെയും ഒക്കെ രൂപപ്പെട്ടു വരുന്ന സാധനത്തിനെ പുസ്തകത്തിലാക്കുവാൻ വലിയ പ്രയാസമാണ്. അത് പലപ്പോഴും നമ്മുടെ അധ്യാപകർ ഈ ചില വാക്കുകൾ നമ്മൾ കാണിക്കുന്ന ആ മുദ്രകളെയൊക്കെ എങ്ങനെ വാക്കുകളിൽ പുസ്തകത്തിലേക്ക് ഉള്ളടക്കം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് വലിയ വലിയ സന്ദിഗ്ധതകൾ, സംശയങ്ങൾ, പ്രശ്നങ്ങൾ, ഏത് വാക്ക് ഉപയോഗിക്കണം, ഒരു വാക്ക് തന്നെ പല പ്രാവശ്യം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാവണം,
ഒരു പക്ഷേ പൊതുസമൂഹം ഏറ്റെടുക്കുന്ന ഒരു സാധനമായതുകൊണ്ട് അവരും ഇത് ഉൾക്കൊള്ളണം, അങ്ങനെ ഒരു സുതാര്യമാവണം എന്ന വലിയൊരു ടാസ്ക്കായിരുന്നു. എന്തായാലും അത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഇവിടുത്തെ BC രജിസ്ട്രാർ, എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾ, SCRT ഡയറക്ടർ സതീഷ് സാറ്, പിന്നെ ഏറ്റവും ഇവിടുത്തെ അധ്യാപകർ. അവർ കയ്യും മെയ്യും മറന്ന് ഇവിടെയും വീട്ടിലും രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ്. പുതിയൊരു ചരിത്രം നാളെ തുടങ്ങുകയാണ് കലാമണ്ഡലത്തിൻ്റെ. ഇനിയും അത് കൂടുതൽ കുട്ടികൾക്കും സ്ഥാപനത്തിനും കൂടുതൽ മികവിലേക്ക് പോകാനുള്ള ഒരു സ്തംഭമായി നിൽക്കും എന്ന് മാത്രം പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ച്, കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഞാൻ ഇവിടെ തന്നെ പഠിച്ച ഒരാളാണ്. 97 ഇവിടെ പഠിക്കാൻ ചേർന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബോധന രീതി എന്ന് പറയുന്നത് വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയ പരിശീലനങ്ങളിലൂടെ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും കാലത്തിനനുസൃതമായിട്ട് പഠന രീതി, പാഠ്യക്രമമൊക്കെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകം എഴുതുക, പക്ഷെ അതിനെ രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനൊരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതും, ആ പ്രോസസ്സ് SCRTയുടെ സഹകരണത്തോടു കൂടി ഇവിടുത്തെ അധ്യാപകരെല്ലാവരും ശില്പശാലകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് പൂർത്തീകരിക്കുകയും, എങ്ങനെയാണ് ഒരു പാഠപുസ്തകം ശാസ്ത്രീയമായി നിർമ്മിക്കേണ്ടത്, അത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിൽ ജെൻഡർ ഉണ്ട്, അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, എല്ലാ തരത്തിലും വളരെ സുതാര്യമായ സമഗ്രമായ ഒരു സമീപനം പാലിച്ചുകൊണ്ടാണ് പാരമ്പര്യ കലകൾ പഠിപ്പിക്കുന്ന ഈ കലാമണ്ഡലത്തിലെ 8, 9, 10 ക്ലാസ്സുകളിലെ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ വേറൊരു അർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, പുസ്തകം എഴുതാനായിട്ട് ഇത്തരത്തിലുള്ള ചില മെത്തഡോളജിയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അഭ്യസിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് അത് വളരെ കൃത്യമായിരുന്നു. ഇതെങ്ങനെ പറയണം, എന്ത് പറയണം. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച് വരുന്ന കളരിയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളെ അങ്ങനെ തന്നെ എന്തുകൊണ്ട് അത് നിലനിർത്തണമെന്നും എന്തുകൊണ്ട് അത് പുതുക്കണമെന്നും ഒക്കെ തികച്ചും ബോധ്യത്തിൽ തന്നെയാണ് ഓരോ വിഭാഗവും പുസ്തകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗവേഷണമൊക്കെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ഈ പാഠപുസ്തകം അതിനും കൂടെ ഒരു മുതൽക്കൂട്ടാണ്. എങ്ങനെയാണ് പാരമ്പര്യ കലകളിലെ ബോധന രീതി നിലനിന്നിരുന്നത് എന്നൊക്കെ പഠിക്കാൻ, ഗവേഷകർക്കും കൂടെ പഠിക്കാനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ് ഈ പാഠപുസ്തകത്തെ കാണുന്നത്. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.